ഹായ് ഹലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 റിലീസായ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. മൂവിയുടെ നെയിം ഇറ്റ് ഫീഡ്സ്. സാധാരണ ബാധ ഒഴിപ്പിക്കൽ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഏറ്റവും ഇരുണ്ട തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അമാനുഷിക ശക്തികളെ നേരിടുന്ന ഒരു അമ്മയുടെയും മകളുടെയും കഥയാണിത്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ കഥയിലെ ഹീറോയിൻ സിന്ധിയ ഒരു ക്ലാസ് മുറിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവൾക്ക് പിന്നിലുള്ള ബ്ലാക്ക് ബോർഡിൽ ഹെൽപ്പ് മീ എന്ന് കുറേയധികം വട്ടം എഴുതിയും വെച്ചിട്ടുണ്ട്. അവിടെയുള്ള മേശപ്പുറത്തിരിക്കുന്ന ബുക്കിലും ഇതേ വാക്ക് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പെട്ടെന്നാണ് ഒരു കുട്ടിയുടെ നിലവിളി കേൾക്കുന്നത്. എന്നെ രക്ഷിക്കൂ, അവനെന്നെ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ ശബ്ദം കേട്ട് ആ സ്ഥലത്തേക്ക് ഹീറോയിൻ നടന്നു ചെല്ലുകയാണ്. ആളുകളുടെ മനസ്സിൽ കയറി കൂടുന്ന അമാനുഷിക ശക്തികളെ തെറാപ്പിയിലൂടെ ചികിത്സിക്കുന്ന ഒരു വ്യക്തിയാണ് ഹീറോയിൻ ആ ഇരുണ്ട മുറിയിലേക്ക് നടന്നു പോകുന്നു. അവിടെ ഒരു മൂലയിൽ ഒരാൾ സിഗരറ്റും വലിച്ചിരിക്കുന്നുണ്ട്. അവൻ്റെ മുന്നിൽ വലിയൊരു ഇരുമ്പ് കൂടുണ്ട്. അതിനുള്ളിൽ പേടിച്ച് വിറച്ച് 3 കുട്ടികൾ. അതിലൊരാളുടെ പേരാണ് ലാരി. കൂട്ടിലിരിക്കുന്ന ലാരി ഹീറോയിനെ കണ്ട് ഭയത്തോടെ ഹീറോയിൻ്റെ പേര് വിളിക്കുന്നു. ആ സമയത്ത് സിഗരറ്റ് വലിച്ചിരിക്കുന്ന രൂപം പതുക്കെ തിരിയാണ്. അവൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് ലാരിയെ പേടിപ്പിക്കുകയാണ്. ഹീറോയിൻ ലാരിയോട് പറയുന്നുണ്ട്, ലാരി, നിന്റെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രമേ നിനക്ക് ആ കൂട്ടിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ. എനിക്ക് നിന്നെ നേരിട്ട് വന്ന് രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല. ഇത് കേട്ട് ആ രാക്ഷസൻ ദേഷ്യത്തോടെ ഹീറോയിനെ നോക്കുകയാണ്. ലാരി കൂടി തുറക്കാൻ നോക്കുമ്പോൾ ആ രാക്ഷസൻ മുറിയിലെ ഗ്ലാസുകൾ മുഴുവൻ തല്ലി തകർക്കുകയാണ്. തെറിച്ചു വരുന്ന ഒരു മൂർച്ചയുള്ള ഗ്ലാസ് കഷ്ണം വന്ന് ഹീറോയിൻ്റെ കയ്യിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. ചോരയൊഴുകുമ്പോഴും ഹീറോയിൻ പേടിക്കാതെ കണ്ണുകളടച്ച് ചില മന്ത്രങ്ങൾ ചൊല്ലാനായിട്ട് തുടങ്ങുകയാണ്. അവിടെ വെച്ച് ആ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹീറോയിൻ ഒരാളുടെ നെറ്റിയിൽ വിരൽ വെച്ച് മന്ത്രം ചൊല്ലുന്നതാണ്. രണ്ടുപേരും കണ്ണു തുറക്കുകയാണ്. അത് ലാരിയായിരുന്നു. ഇതുവരെ നമ്മൾ കണ്ടത് ലാരിയുടെ മനസ്സിനുള്ളിലേക്ക് കയറി ചെന്നിട്ട് ഹീറോയിൻ ചെയ്ത ഒരു തെറാപ്പിയായിരുന്നു. ലാരിയുടെ മേലെയുണ്ടായിരുന്ന ആ പ്രേതബാധയെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഹീറോയിൻ ഒഴിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ലാരി അത്ഭുതത്തോടെ ഹീറോയിൻ്റെ കയ്യിലേക്ക് നോക്കുന്നു. ഹീറോയിൻ്റെ കയ്യിൽ യഥാർത്ഥത്തിൽ ചോരയൊഴുകുന്ന ആ മുറിവുണ്ടായിരുന്നു. ആരുടെയെങ്കിലും മനസ്സിനുള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ചികിത്സിക്കുമ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ ഹീറോയിൻ്റെ യഥാർത്ഥ ശരീരത്തിലും ആ മുറിവുണ്ടായിരിക്കും. ബാധ ഒഴിഞ്ഞ സന്തോഷത്തിൽ ലാരി അവിടുന്ന് പോകുന്നു. ആ സമയം ഹീറോയിൻ്റെ മകൾ ജോർഡൻ അങ്ങോട്ട് വരുന്നു. അവൾ അമ്മയുടെ കയ്യിലെ മുറിവൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അമ്മയുടെ ഈ ജോലിയിൽ അസിസ്റ്റൻ്റായി സഹായിക്കുന്നത് മകൾ ജോർഡനാണ്. പുറത്ത് കനത്ത മഴയും ഇടിയുമൊക്കെയുണ്ട്. ഇതേ സമയം വീടിൻ്റെ വാതിലിൽ ആരോ ബലമായി മുട്ടുന്നു. ജോർഡൻ പോയി വാതിൽ തുറക്കുമ്പോൾ മഴയൊക്കെ നനഞ്ഞ് പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് കാണുന്നത്. അവളുടെ പേര് റെല്ലി ഹാരിസ്. അവൾ പേടിച്ച ശബ്ദത്തിൽ ചോദിക്കുകയാണ്, സിന്ധിയ ഇവിടെയുണ്ടോന്ന്? എനിക്ക് അവരെ കാണണം, അവർക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. ജോർഡൻ അവളെ അകത്തേക്ക് വിളിച്ച് ആശ്വസിപ്പിക്കുകയാണ്. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ അച്ഛനെ കാണാതെ ഓടി വന്നതാണ്. അച്ഛൻ തിരഞ്ഞു പിടിച്ച് ഇവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് സിന്ധിയോട് സംസാരിക്കണം. ജോർഡൻ അവളുടെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിനക്ക് എങ്ങനെ സിന്ധിയെക്കുറിച്ച് അറിയാം? ആഗത എന്നൊരു ലേഡി എൻ്റെ അച്ഛനോട് പറയുന്നത് കേട്ടതാണെന്ന് റെല്ലി പറയുന്നു. എന്നെപ്പോലെയുള്ളവരെ സിന്ധിയയ്ക്ക് മാത്രമേ സഹായിക്കാൻ കഴിയൂ എന്ന് അവർ പറഞ്ഞിരുന്നു. എന്നെപ്പോലെയുള്ളവരെ എന്ന് പറഞ്ഞാൽ ജോർഡൻ വീണ്ടും ചോദിക്കുകയാണ്. റെല്ലിയുടെ കണ്ണുകളിൽ പേടി നിറയുന്നു. അവൾ മെല്ലെ പറയുന്നു, എനിക്ക് ചില കാര്യങ്ങൾ കാണാൻ പറ്റും. വളരെ ഇരുണ്ട ഒരു മനുഷ്യൻ്റെ രൂപത്തിലുള്ള ഒന്ന്. അത് മനുഷ്യനല്ല, വിശന്ന് വെറി പിടിച്ച ഒരു പട്ടിയെ പോലെ അത് എന്നെ തന്നെ നോക്കിയിരിക്കും. ജോർഡൻ ഞെട്ടലോടെ ചോദിക്കുന്നു, അത് നിന്നോട് സംസാരിക്കാറുണ്ടോ? ഉണ്ട്, റെല്ലി തലയാട്ടുകയാണ്. പെട്ടെന്ന് റെല്ലിയുടെ കണ്ണുകൾ ജോർഡൻ്റെ പുറകിലേക്ക് പോകുന്നു. അവൾ വല്ലാതെ പേടിക്കുകയാണ്. റെല്ലിയുടെ പേടി കണ്ടപ്പോൾ അതിപ്പോൾ ഇവിടെയുണ്ടോ എന്ന് ജോർഡൻ ചോദിക്കുകയാണ്. ഉണ്ട്, അതിപ്പോൾ നിന്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്നുണ്ട്. അതിന് നല്ല വിശപ്പാണ്, റെല്ലി ഭയന്ന് വിറച്ചുകൊണ്ട് പറയുകയാണ്. ആ സമയം അകത്തെ മുറിയിലിരുന്ന ഹീറോയിന് എന്തോ പന്തികേട് തോന്നുന്നു. അവൾ വേഗത്തിൽ ഹാളിലേക്ക് ഓടി വരുന്നു.
റെല്ലിയുടെ പുറകിലേക്ക് നോക്കുന്ന ഹീറോയിൻ കാണുന്നത് അവളുടെ പുറകിലായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന ആ ഭയാനകമായ കറുത്ത രൂപത്തെയാണ്. അത് റെല്ലിയെ വിഴുങ്ങാൻ നിൽക്കുന്നത് പോലെ. ഹീറോയിൻ പേടിച്ച് ഉറക്കെ നിലവിളിച്ചു പോകുന്നു. പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് റെല്ലിയുടെ അച്ഛൻ റാൻഡൽ അകത്തേക്ക് കയറി വരുന്നു. അവൻ കോപത്തോടെ റെല്ലിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. നിനക്ക് ഇവരുടെ ഒന്നും സഹായം വേണ്ട, വാ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുകയാണ്. റെല്ലി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഇല്ലച്ച, എനിക്ക് ഇവരുടെ സഹായം വേണം. പക്ഷേ റാൻഡൽ മകളെ ബലമായി വണ്ടിയിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോവാണ്. അവർ പോയി കഴിഞ്ഞിട്ടും ഹീറോയിൻ പേടിച്ചു വിറച്ച് നിൽക്കുകയായിരുന്നു. ജേഡനും ഒന്നും മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അമ്മയും മകളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജേഡൻ ചോദിക്കുന്നു, അമ്മ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ആ പെൺകുട്ടിയുടെ കൈ നിറയെ മുറിവുകളുണ്ടല്ലോ. അവളുടെ അച്ഛൻ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. നമുക്ക് പോലീസിനെ വിളിച്ചാലോ എന്ന്. ഹീറോയിൻ ഉറപ്പിച്ചു പറയാണ്, ഇല്ല ജേഡൻ, പോലീസിന് ഇതിലൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. നമ്മളും ഇതിൽ തലവെക്കാൻ പാടില്ല. ജേഡന് ദേഷ്യം വരുന്നുണ്ട്. അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത്? ആ കുട്ടിക്ക് നമ്മുടെ സഹായം വേണം. അമ്മയ്ക്ക് അവളെ സഹായിച്ചൂടെ? അപ്പോൾ ഹീറോയിൻ മകളോട് ദേഷ്യപ്പെടാണ്. ഞാനിന്ന് കണ്ടത് വളരെ ഭയാനകമായ ഒന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ശക്തമായ ഒരു ദുഷ്ടശക്തിയെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളിതിൽ ഇടപെട്ടാൽ അത് നമ്മളെയും നശിപ്പിക്കും. അമ്മ സഹായിച്ചില്ലെങ്കിൽ ആ കുട്ടി മരിച്ചു പോകും. നിന്റെ അച്ഛൻ ആളുകളെ സഹായിക്കാൻ പോയിട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്തതെന്ന്. ആ വാക്ക് കേട്ട് ജേഡൻ ദേഷ്യത്തോടെ അവളുടെ മുറിയിലേക്ക് പോവാണ്. തൻ്റെ മുറിയിലേക്ക് പോയ ജേഡൻ റെല്ലി പറഞ്ഞ ആഗതയുടെ ഫോൺ നമ്പർ എവിടെയെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ട് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ആ സമയം ഹീറോയിൻ മുറിയിലേക്ക് വരികയാണ്. ജേഡൻ വേഗത്തിൽ ലാപ്ടോപ്പ് മാറ്റി വെക്കുന്നുണ്ട്. ഹീറോയിൻ മകളുടെ അടുത്തിരുന്ന് സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. നിന്റെ അച്ഛൻ അന്ന് സഹായിക്കാൻ ശ്രമിച്ച ആളെയും ഇതുപോലൊരു അമാനുഷിക ശക്തിയാണ് ബാധിച്ചിരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിതിൽ ഇടപെടരുത്. സയൻസിനെ മാത്രം വിശ്വസിക്കുന്ന ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ ദുഷ്ടശക്തികളൊക്കെ ആളുകൾക്ക് വെറും കഥ മാത്രമാണ്. ജേഡൻ ഇതെല്ലാം കേട്ടതായി തലയാട്ടുന്നുവെങ്കിലും അവളുടെ മനസ്സിൽ ആ കുട്ടിയെ രക്ഷിക്കണം എന്ന് തന്നെയായിരുന്നു. അന്ന് രാത്രി ജേഡന് ഒരു ഭയാനകമായ സ്വപ്നം വരുന്നു. ചെറുപ്പത്തിൽ അവളുടെ പഴയ വീടിൻ്റെ പടിയിൽ നിന്ന് അച്ഛ എന്ന് വിളിക്കുന്നതാണ് സ്വപ്നം. പെട്ടെന്ന് തടിയിലാരോ ശക്തമായി അടിക്കുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടിയുണരുന്നു. അടുത്ത ദിവസം രാവിലെ ജേഡൻ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നുവെന്ന് ഹീറോയിനോട് നുണ പറഞ്ഞ് അവൾ നേരെ പോകുന്നത് ആഗതയുടെ വീട്ടിലേക്കാണ്. ആഗത ജേഡനോട് കാര്യങ്ങൾ പറയാണ്. റെൻഡൽ ആരുമായും അധികം സംസാരിക്കാറില്ല. എപ്പോഴും ഗ്യാരേജിൽ തന്നെയായിരിക്കും. ഭാര്യ മരിച്ചതിന് ശേഷം മകൾ റെല്ലി ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അവളുടെ ശരീരത്തിൽ വിചിത്രമായ മുറിവുകൾ കണ്ടപ്പോഴാണ് ഞാൻ സിന്ധിയയുടെ കാര്യം പറഞ്ഞത്. ജേഡൻ ആഗതയോട് റെൻഡലിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചറിയാണ്. ഇതേ സമയം വീട്ടിൽ ഹീറോയിൻ താൻ കണ്ട ആ ഭയാനക രൂപത്തിൻ്റെ പടം വരച്ചു വെച്ച് ആലോചിച്ചിരിക്കുകയാണ്. ആഗതയിൽ നിന്ന് വിവരങ്ങളറിഞ്ഞ ജേഡൻ കാർ ഓടിച്ച് റാൻഡലിൻ്റെ വീട്ടിലെത്തുന്നു. വാതിലിൽ മുട്ടുന്നുണ്ടെങ്കിലും ആരും പുറത്തേക്ക് വരുന്നില്ല. ഇതേ സമയത്ത് തന്നെ റാൻഡൽ അവളുടെ അടുത്തേക്ക് വരികയാണ്. നീ എന്തിനാണ് എൻ്റെ വീടിൻ്റെ ചുറ്റും കറങ്ങുന്നത് എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. ഞാൻ വന്നത് റെല്ലിയുടെ കാര്യം സംസാരിക്കാനാണെന്ന് ജേഡൻ പറയാണ്. റാൻഡൽ ദേഷ്യത്തിൽ മറുപടി പറയുന്നുണ്ട്. എൻ്റെ മകളുടെ കാര്യത്തിൽ മറ്റാരും തലയിടണ്ട. നീ ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. റെല്ലി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് അയാൾ ഗ്യാരേജിലേക്ക് പോകുന്നു. റാൻഡൽ പോയെന്ന് ഉറപ്പാക്കി ജേഡൻ അവിടെയുള്ള ജനലിലൂടെ നോക്കുകയാണ്. റെല്ലി അകത്തുള്ളതായിട്ട് അവൾ കാണുന്നുണ്ട്. അവൾ വാതിൽ തുറന്ന് ഒളിച്ച് അകത്ത് കയറുകയാണ്. വീടിനുള്ളിൽ ആരെയും കാണുന്നില്ല. അവൾ ഓരോ മുറിയും തിരയാണ്. ഒരു മുറിയിൽ വലിയൊരു അലമാര കാണുന്നു. അലമാര തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ തുണികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ തുണികൾക്ക് പിന്നിൽ നിന്ന് ആരോ മൂടുന്ന ശബ്ദം അവൾ കേൾക്കുകയാണ്. വസ്ത്രങ്ങൾ മാറ്റി നോക്കിയപ്പോൾ അതിന് പിന്നിലായിട്ട് പൂട്ടിയിട്ട വലിയൊരു മരവാതിലാണ് കാണുന്നത്. അവൾ ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് പൂട്ട് അഴിച്ചു മാറ്റാണ്. വാതിൽ തുറക്കുമ്പോൾ താഴേക്ക് ഇരുണ്ട കോണിപ്പടികൾ കാണുകയാണ്. അവൾ പതുക്കെ താഴേക്ക് ഇറങ്ങുന്നു. റെല്ലി, പേടിക്കണ്ട, പുറത്തേക്ക് വരൂ, ഞാൻ ജേഡനാണെന്ന് അവൾ പറയുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്ന് റെല്ലി അങ്ങോട്ട് വരുന്നുണ്ട്. റെല്ലി പേടിയോടെ പറയാണ്, ഇവിടെ എന്നെയല്ല പൂട്ടിയിട്ടിരിക്കുന്നത്, അവരെയാണ്. അവരെയോ? ആരെയാണെന്ന് ജേഡൻ തിരിച്ചു ചോദിക്കുകയാണ്.
ആ നിമിഷം ജേഡന്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഹീറോയിൻ്റെ കോളായിരുന്നു അത്. പക്ഷേ എടുക്കും മുമ്പ് പുറകിൽ നിന്ന് റാൻഡൽ ഒരു തടിയെടുത്ത് ജേഡന്റെ തലയ്ക്കടിക്കുന്നു. അവള് ബോധം കെട്ട് നിലത്തേക്ക് വീഴുകയാണ്. ഈ സമയം ഹീറോയിനെ ആഗത വിളിച്ച് ജേഡൻ റാൻഡലിനെ പോയി കണ്ടോ, സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇതൊന്നും അറിയാത്ത ഹീറോയിൻ ആഗതയോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ജേഡൻ ആഗതയെ കാണാൻ വന്നതും റാൻഡലിന്റെ വീട്ടിലേക്ക് പോയ വിവരവും എല്ലാം ആഗത ഹീറോയിനോട് പറയാണ്. ഹീറോയിൻ ആകെ പരിഭ്രാന്തിയിലാവുന്നു. ഇതേ സമയം ജേഡൻ പതുക്കെ കണ്ണു തുറക്കാണ്. തലയിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ട്. കൈകാലുകൾ കസേരയിൽ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അവൾ ആ രഹസ്യ അറയിലേക്ക് നോക്കുമ്പോൾ തൊട്ടടുത്ത കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന മറ്റൊരു പെൺകുട്ടിയെ കാണുന്നു. ആ പെൺകുട്ടിയുടെ മുഖത്തെ തൊലിയെല്ലാം ചീഞ്ഞു പോയ നിലയിലായിരുന്നു. പല്ലും നഖവുമൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു. ജേഡൻ പേടിച്ച് നിലവിളിക്കുകയാണ്. അപ്പോൾ റാൻഡൽ അങ്ങോട്ട് വരികയാണ്. ജേഡൻ കരഞ്ഞുകൊണ്ട് പറയാണ്, പ്ലീസ് എന്നെ വിട്ടയക്കണം, ഞാൻ നിങ്ങളുടെ മകളെ സഹായിക്കാനാണ് വന്നത്. റാൻഡൽ ദേഷ്യത്തിൽ, എൻ്റെ ഭാര്യ സാമന്തയ്ക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്. ആ ദുഷ്ടശക്തി അവളെ ഉള്ളിൽ നിന്നും തിന്നു തീർത്തു. അതിന് തിന്നാൻ ഇര വേണം. എൻ്റെ മകളെ അത് കൊല്ലാതിരിക്കണമെങ്കിൽ അതിന് ആഹാരം കൊടുത്തേ മതിയാകൂ. ഇതേ സമയം റെല്ലി ജേഡന്റെ തോളിൽ തൊടുമ്പോൾ പെട്ടെന്ന് വായുവിൽ ആ കറുത്ത രൂപം തെളിയുന്നു. അത് ജേഡന്റെ കയ്യിൽ പിടിച്ച് അമർത്തുകയാണ്. ജേഡൻ സഹിക്കാനാവാത്ത വേദന കൊണ്ട് നിലവിളിക്കുന്നു. അവളുടെ കൈ കരിഞ്ഞു വരികയാണ്. അവളുടെ കയ്യിൽ പൊള്ളലേറ്റ പാട് വരികയാണ്. റെല്ലി കൈയെടുത്തതും ആ സാത്താനും ജേഡന്റെ പിടിവിടുന്നു. മകളെ രക്ഷിക്കാനായിട്ട് റാൻഡൽ മറ്റു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് ഈ സാത്താന് ഇരയായി നൽകുകയായിരുന്നു. റാൻഡൽ പുറത്തേക്ക് പോയ സമയം റെല്ലി പതുക്കെ ജേഡന്റെ അടുത്തേക്ക് വരുന്നു. ജേഡൻ റെല്ലിയോട്, ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക്. എൻ്റെ അമ്മയ്ക്ക് നിന്റെ പ്രോബ്ലത്തിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റും. എൻ്റെ അച്ഛൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഈ പ്രശ്നം മാറിക്കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ സ്വഭാവവും മാറും. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. പക്ഷേ എൻ്റെ അച്ഛന് ഒരു പ്രശ്നവും വരരുത് എന്ന് പറഞ്ഞ് റെല്ലി രഹസ്യമായിട്ട് ഒരു കട്ടർ എടുത്ത് ജേഡന് കൊടുക്കുന്നു. ജേഡൻ ആ കട്ടർ ഉപയോഗിച്ചിട്ട് കയറെല്ലാം മുറിച്ചു മാറ്റുകയാണ്. അവൾ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. അവൾ മറ്റേ പെൺകുട്ടിയുടെയും കെട്ടികളൊക്കെ അഴിച്ച് അവളെയും കൂടെ കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ റാൻഡൽ അങ്ങോട്ട് വരികയാണ്. അവൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. പെട്ടെന്ന് റെല്ലി അച്ഛന് മുന്നിലേക്ക് വരുന്നു. അച്ഛാ, നിർത്തൂ, ഇനിയും ആളുകൾ മരിക്കുന്നത് എനിക്ക് കാണണ്ട. റാൻഡലും റെല്ലിയും തമ്മിൽ തോക്കിനായി പിടിവലി നടത്തുകയാണ്. അപ്രതീക്ഷിതമായി വെടിയൊച്ച മുഴങ്ങുന്നു. വെടിയുണ്ട കൊള്ളുന്നത് റെല്ലിയുടെ കഴുത്തിലാണ്. അവൾ ചോരയിൽ കുളിച്ചു വീഴുന്നു. ആ നിമിഷം ആ കറുത്ത രൂപം റെല്ലിയെ വിട്ട് ജേഡനിലേക്ക് വരുന്നു. അത് ജേഡന്റെ തലയിൽ പിടിച്ചമർത്തുകയാണ്. ജേഡൻ ഭയന്ന് നിലവിളിച്ച് പുറത്തേക്ക് ഓടുന്നു. പുറത്തെത്തുമ്പോൾ ഹീറോയിനും ആഗതയും പോലീസും അങ്ങോട്ട് എത്തുന്നതാണ് അവൾ കാണുന്നത്. അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജേഡൻ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. റാൻഡൽ ഇത്രയും നാളും കാണാതെ പോയ കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് അടച്ചിടുകയായിരുന്നു. ജേഡൻ ഭയം കാരണം വിറയ്ക്കുകയാണ്. പെട്ടെന്ന് അവളുടെ കണ്ണുകൾക്ക് മുന്നിൽ ആ കറുത്ത രൂപം വീണ്ടും തെളിയുന്നു. അവൾ പേടിച്ച് നിലവിളിക്കുകയാണ്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മകളെയും കൂട്ടി ഹീറോയിൻ വീട്ടിലെത്തുന്നു. ആഗതയും അവരോടൊപ്പം ഉണ്ട്. വീട്ടിലെത്തിയതും ഹീറോയിന് ദേഷ്യവും സങ്കടവും അടക്കാനാവാതെ ജേഡനോട് ചൂടാവുകയാണ്. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാണ് ഇതിലൊന്നും പോയി ഇടപെടരുതെന്ന്. നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ. പക്ഷെ ജേഡൻ കരഞ്ഞുകൊണ്ട് പേടിയോടെ പറയുന്നു, അമ്മ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ആ കറുത്ത രൂപം ഇപ്പോൾ അത് എൻ്റെ ഉള്ളിലുണ്ട്. അതെന്നെ വിടുന്നില്ല. അതൊക്കെ നിന്റെ തോന്നലാണ്. നീ അവിടെ കണ്ട കാഴ്ചയുടെ പേടിയാണ് എന്ന് ഹീറോയിൻ അവളെ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. ജേഡൻ തൻ്റെ കൈ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. റെല്ലി തൊട്ടപ്പോൾ അവളുടെ കയ്യിൽ വീണ ആ വലിയ തീപ്പൊള്ളൽ അടയാളം കണ്ട ഹീറോയിൻ ആകെ ഞെട്ടിപ്പോവാണ്. അത് വെറുമൊരു തോന്നലല്ലെന്നും ആ തിന്മ മകളെയും പിടികൂടിയിട്ടുണ്ടെന്നും ഹീറോയിന് മനസ്സിലാവുകയാണ്. ഹീറോയിൻ മകളുടെ അടുത്തിരുന്ന് തൻ്റെ 2 വിരലുകൾ അവളുടെ നെറ്റിത്തടത്തിൽ പതുക്കെ അമർത്തുന്നു. കണ്ണുകളടച്ച് ചില പ്രത്യേക മന്ത്രങ്ങൾ ഉരുവിട്ട് ഹീറോയിൻ സ്വന്തം മനസ്സിനെ മകളുടെ ചിന്തകളിലേക്ക് കണക്ട് ചെയ്ത് ആ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ അവരുടെ പഴയ വീട് കാണുകയാണ്. വീടിന് മുൻപിൽ ചെറിയ കുട്ടിയായ ജേഡൻ ഇരിക്കുന്നു. ഹീറോയിൻ ഡോറ് തുറന്ന് വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ജേഡൻ ഹീറോയിനെ തടയുന്നുണ്ട്. ഒക്കെ ശരിയാകുമെന്ന് പറഞ്ഞ് ഹീറോയിൻ അകത്തേക്ക് പോകുന്നു. അവിടെ മുഴുവനും ഇരുട്ടായിരുന്നു. മുകളിലേക്കുള്ള സ്റ്റെപ്പിൽ നോക്കി പേടിച്ച് നിൽക്കുമ്പോൾ ആ കറുത്ത രൂപം ഹീറോയിൻ്റെ കയ്യിൽ വന്ന് അമർത്തി പിടിക്കുകയാണ്. അവളുടെ കയ്യിൽ പൊള്ളലേൽക്കുന്നുണ്ട്.
റിയൽ വേൾഡിലുള്ള ഹീറോയിനും പൊള്ളലേൽക്കുന്നത് കണ്ടപ്പോൾ ആഗത അവളെ അതിൽ നിന്നും ഉണർത്തുന്നു. അടുത്ത സീനില് ജേഡനെ ആഗതയെ ഏൽപ്പിച്ചിട്ട് റാൻഡലിന്റെ വൈഫായ സാമന്തയെ പണ്ട് ചികിത്സിച്ച ഡോക്ടർ വിക്ടറിനെ കാണാൻ ഹീറോയിൻ പോകുന്നു. ഡോക്ടർ ആ ഭയാനകമായ കാര്യം വെളിപ്പെടുത്തുകയാണ്. സാമന്തയുടെ മുടിയും പല്ലും നഖവുമൊക്കെ കൊഴിഞ്ഞു വീണു. ഉള്ളിലെ അസ്ഥികളും അവയവങ്ങളും ചീഞ്ഞു പോവുകയായിരുന്നു. 4-ാം ആഴ്ച അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട്, അതിന് കഠിനമായ വിശപ്പാണ്, അതിനെ തിന്നുകയാണ്. ഇത് മെഡിക്കൽ സയൻസിന് അപ്പുറമുള്ള എന്തോ ഒന്നാണെന്ന് ഡോക്ടർ ഹീറോയിനോട് പറയാണ്. ഇതേ സമയം വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ജേഡനെ റാൻഡൽ രഹസ്യമായി അവിടെ നിന്നും തട്ടിക്കൊണ്ടു പോവാണ്. വീട്ടിൽ തിരിച്ചെത്തിയ ഹീറോയിൻ കാണുന്നത് ബോധം നഷ്ടപ്പെട്ട ആഗതയെയാണ്. ആഗത റാൻഡൽ വന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ജേഡന്റെ മുറിയിൽ പോയി നോക്കിയപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഹീറോയിനും ആഗതയും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും വിവരം കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്താനാണ് അവർ പറയുന്നത്. ഇതേ സമയം റാൻഡൽ ജേഡനെ ഒരു വലിയ മരപ്പെട്ടിയിലാക്കി വനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ജേഡൻ നിലവിളിക്കുന്നുണ്ട്, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുതെന്ന് അവൾ പറയുന്നുണ്ട്. റാൻഡൽ പെട്ടിയുടെ മൂടിയടച്ച് ആണികളടിച്ച് തറയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. നിന്റെ ഉള്ളിലിരിക്കുന്ന ആ ദുഷ്ടശക്തി പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണിത്. അത് ഈ പെട്ടിക്കുള്ളിൽ കിടന്ന് പട്ടിണി കിടന്ന് ചാകട്ടെ. റാൻഡൽ ആ മരപ്പെട്ടി കുഴിയെടുത്ത് മൂടാനായിട്ട് തുടങ്ങുന്നു. അടുത്ത സീനിൽ പോലീസ് റാൻഡലിനെ പിടികൂടുകയാണ്. പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ഒന്നിനോടും സഹകരിക്കുന്നില്ല. ജേഡനെ കാണിക്കുമ്പോൾ ആ ഇരുണ്ട മരപ്പെട്ടിയുടെ ഉള്ളിൽ ജേഡൻ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുകയാണ്. പേടിച്ചേരേണ്ട അവള് ആ പെട്ടിക്കുള്ളിൽ കൈകൊണ്ട് വശങ്ങളിൽ തപ്പുമ്പോൾ ഭാഗ്യത്തിന് അവളുടെ കയ്യിൽ ഒരു ചെറിയ ടോർച്ച് തടയുന്നു. അവൾ ആ ടോർച്ച് അടിച്ച് നോക്കിയതും പെട്ടിക്കുള്ളിൽ ആ ദുഷ്ടശക്തി ഉണ്ടായിരുന്നു. ആ ദുഷ്ടശക്തി ഭ്രാന്തമായി അലറിക്കൊണ്ട് ജേഡന്റെ മേലേക്ക് ചാടി വീഴുന്നു. ആ ശക്തിയുടെ ആഘാതത്തിൽ ജേഡന്റെ ശരീരമാകെ വലിയ തീപ്പൊള്ളലേറ്റതുപോലെ പാടുകൾ വീണു തുടങ്ങുകയാണ്. ഇതേസമയം ഹീറോയിൻ സ്റ്റേഷനിലെത്തി റാൻഡലിന്റെ നെറ്റിയിൽ വിരലമർത്തി തന്റെ കഴിവ് ഉപയോഗിച്ച് അവന്റെ മനസ്സ് വായിക്കാനായിട്ട് തുടങ്ങുന്നു. ഹീറോയിൻ അവന്റെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ച് ജേഡനെ റാൻഡൽ കുഴിച്ചുമൂടിയ വിവരം കണ്ടെത്തുകയാണ്. ഹീറോയിനും ആഗതയും പോലീസും വേഗത്തിൽ ജേഡനെ കുഴിച്ചിട്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. ഇതേ സമയത്ത് പെട്ടിക്കുള്ളിൽ ഓക്സിജൻ കിട്ടാതെ ജേഡൻ തളരുകയായിരുന്നു. ഹീറോയിൻ വേഗത്തിൽ സ്ഥലത്തെത്തുകയാണ്. മണ്ണുമാന്തി മരപ്പെട്ടി തുറക്കുന്നു. ജേഡൻ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ഹീറോയിൻ ജേഡനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിൽക്കാതെ അവിടെ വെച്ച് തന്നെ ജേഡന്റെ നെറ്റിയിൽ വിരൽ വെച്ച് അവളുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നു. ഹീറോയിൻ ജേഡന്റെ മൈൻഡിലെത്തുകയാണ്. മനസ്സിനുള്ളിലെ ആ ഇരുണ്ട ലോകത്തേക്ക് കടന്ന ഹീറോയിൻ ചെന്നെത്തുന്നത് കനത്ത മൂടൽമഞ്ഞും കറുത്ത പുകയും നിറഞ്ഞ അവരുടെ ആ പഴയ വീട്ടിൻ്റെ ഹാളിലേക്കാണ്. ഹാളിൻ്റെ നടുവിൽ നിന്ന് മുകളിലത്തെ മുറിയിലേക്ക് നീളുന്ന ആ മരക്കോണിപ്പടികൾക്ക് താഴെ ഹീറോയിൻ നിൽക്കുന്നു. ആ മുകളിലത്തെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ആ വീടിൻ്റെ മുകളിലത്തെ മുറിയിലാണ് ജേഡന്റെ അച്ഛൻ കെട്ടിത്തൂങ്ങി മരിച്ചത്. ആ ഭയത്തെ മുതലെടുത്താണ് ദുഷ്ടശക്തി ജേഡനെ കീഴടക്കിയത്. ഹീറോയിൻ പതുക്കെ ഓരോ പടികളും കയറി മുകളിലേക്ക് ചെല്ലുന്നു. മുറിക്കുള്ളിലേക്ക് കടന്നതും ഹീറോയിൻ കാണുന്നത് നടുക്കുന്ന കാഴ്ചയായിരുന്നു. മുറിയുടെ മൂലയിൽ ആ ഭയാനകമായ കറുത്ത രാക്ഷസ രൂപം നിൽക്കുന്നു. അതിന് സാധാരണ രൂപമായിരുന്നില്ല. ചീഞ്ഞളിഞ്ഞ തോലും ഊർത്ത നീണ്ട നഖങ്ങളും. ഹീറോയിനെ കണ്ടതും അത് സ്വന്തം വായ വലിയ അളവിൽ പിളർന്ന് ഫീഡ് മീ എന്ന് പറഞ്ഞ് അലറുകയാണ്. അത് ഹീറോയിൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നു. അതിനെ നീണ്ട കറുത്ത നഖങ്ങൾ കൊണ്ട് ഹീറോയിൻ്റെ കഴുത്തിലും നെഞ്ചിലും ആഞ്ഞു പരിക്കേൽപ്പിക്കുകയാണ്. യഥാർത്ഥ ലോകത്ത് ബോധമില്ലാതെ കിടക്കുന്ന ഹീറോയിൻ്റെ യഥാർത്ഥ ശരീരത്തിൽ ആ രാക്ഷസന്റെ ആക്രമണത്തിന്റെ ആഘാതത്തിൽ വലിയ പൊള്ളലുകളും ചോരയൊഴുകുന്ന മുറിവുകളും തെളിഞ്ഞു തുടങ്ങുന്നു. ഹീറോയിൻ ശ്വാസം കിട്ടാതെ മരണവേദന കൊണ്ട് പിടയുകയാണ്. ആ രാക്ഷസൻ ഹീറോയിൻ്റെ ആത്മാവിനെ വിഴുങ്ങാനായിട്ട് തയ്യാറെടുക്കുന്നു. പക്ഷേ ബോധമില്ലാതെ കിടന്ന ജേഡൻ തൻ്റെ സ്വന്തം മനസ്സിനുള്ളിൽ പതുക്കെ കണ്ണു തുറക്കുന്നു. അവൾ കാണുന്നത് തൻ്റെ അമ്മയെ ക്രൂരമായി വേട്ടയാടുന്ന ആ രാക്ഷസനെയാണ്. ചെറുപ്പകാലത്ത് അച്ഛൻ തങ്ങളെ തനിച്ചാക്കി പോയതിലുള്ള വിഷമവും ആ മുറിയോടുള്ള വർഷങ്ങളായുള്ള പേടിയുമാണ് ഈ രാക്ഷസന് ശക്തി നൽകുന്നത് എന്ന് ജേഡൻ തിരിച്ചറിയുന്നു. അവൾ ആ പേടിയെ തടഞ്ഞു നിർത്താൻ തീരുമാനിക്കുകയാണ്. അവളുടെ മനസ്സിലെ പേടി മാറിയതും ജേഡൻ സർവ്വശക്തിയും എടുത്ത് ഒരു വാൾ കയ്യിലെടുക്കുന്നു. ഹീറോയിൻ്റെ നെഞ്ചിലേക്ക് നഖങ്ങളാഴ്ത്താൻ ആ രാക്ഷസൻ ശ്രമിക്കുമ്പോൾ ജേഡൻ ഭയമില്ലാതെ മുന്നോട്ട് പാഞ്ഞെടുത്ത് ആ വാളുകൊണ്ട് രാക്ഷസന്റെ മുതുകിലും നെഞ്ചിലും ആഞ്ഞുവെട്ടുന്നു.
ആ രാക്ഷസൻ വേദന കൊണ്ട് ഭ്രാന്തമായി നിലവിളിക്കുകയാണ്. എഴുന്നേറ്റ് വന്ന ഹീറോയിനും ജേഡനും പരസ്പരം കൈകൾ കോർത്തു പിടിക്കുന്നു. അമ്മയും മകളും ഒരേ സ്വരത്തിൽ ശക്തിയേറിയ ബാധയൊഴിപ്പിക്കാൻ മന്ത്രങ്ങൾ ആവർത്തിച്ച് ചൊല്ലാൻ തുടങ്ങുന്നു. അവരുടെ മന്ത്രോച്ചാരണത്തിന്റെ ശക്തിയിൽ ആ രാക്ഷസൻ പൂർണ്ണമായി കത്തിച്ചാമ്പലാകുന്നു. അതോടെ രണ്ടുപേരും യഥാർത്ഥ ലോകത്ത് കണ്ണു തുറക്കുന്നു. അടുത്തതായിട്ട് ഹീറോയിനും ജേഡനും അവരുടെ പഴയ വീട്ടിലേക്ക് വരുന്നു. ഇപ്പോൾ ആ വീട്ടിൽ ഇരുണ്ട അന്തരീക്ഷമില്ല, നല്ല വെളിച്ചമുണ്ട്. ജേഡൻ മുകളിലത്തെ മുറിയിലേക്ക് കയറി അച്ഛൻ്റെ തൂങ്ങി മരിച്ചു കിടക്കുന്ന ബോഡി കെട്ടിപ്പിടിച്ചു കരയുന്നു. അവളുടെ മനസ്സിലെ ഭയം പൂർണ്ണമായി മാറിയിരുന്നു. ഹീറോയിൻ അവളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പേടി മുഴുവനും പൂർണ്ണമായി മാറ്റിയിരുന്നു. അമ്മയും മകളും സന്തോഷത്തോടു കൂടി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.